കൃത്യമായിട്ട് അറിയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മണികണ്ഠൻ, പൂക്കോട്ടുകാവാണ് വീട്. ഇപ്പോൾ കൊച്ചിയിലാണ് താമസം. ഇൻകം ടാക്സിൽ വർക്ക് ചെയ്യുന്നു. 2 മക്കളാണ്. മൂത്താള് 8-ല്, രണ്ടാമത്തെ ആള് LKG. ഞാൻ അജിത് കുമാർ 10 സീല പഠിച്ചിരുന്നത്. 3 പെൺകുട്ടികളാണ്. ഒരാൾ 8-ല് പഠിക്കുന്നു, ഒരാൾ 5-ല്, ഒരാൾ 2-ല്. എൻ്റെ പേര് ബാബു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വന്നിരിക്കുന്നത്. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഗോപി. ഞാൻ മംഗലാപുരത്ത് നിന്നാണ്. ഒരു കുട്ടിയുണ്ട്. അപ്പോൾ പലരും പറഞ്ഞു LKGയിലാണ് പഠിക്കണേ. അപ്പോൾ എൻ്റെ കുട്ടിക്ക് 9 മാസമായിട്ടുള്ളൂ. ഞാൻ ലൈറ്റ് മാരേജാണ്. അപ്പോൾ LKG പഠിക്കുന്ന ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതേമാതിരി തന്നെ ഇവിടെ ഒരു സംസാരം ഉണ്ടായി, കുട്ടികൾ ഇപ്പോൾ വഴിതെറ്റി പോകണു എന്നുള്ളത്. അപ്പോൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നാണ് അതിൻ്റെ മാറ്റം ഫസ്റ്റ് വരേണ്ടത്. അപ്പോൾ ഗോപിനാഥ് മാഷ് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികളെ ചേർക്കാൻ വരുമ്പോൾ അധ്യാപകരുടെ അടുത്ത് നിന്ന് അടി മേടിക്കാൻ തയ്യാറാണോ എന്ന് രക്ഷിതാവിനോട് ചോദിക്കുക. അവരാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്. കുട്ടികളെ അടിച്ചു എന്ന് പറയുന്നത്. രാമുട്ടി മാഷോടൊക്കെ അച്ഛൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പത്മനാഭ മാഷ അടുത്ത് നിന്ന് രാമുട്ടി മാഷ അടുത്ത് നിന്ന് തല്ല് കൊണ്ടില്ലേ എന്ന് ചോദിച്ചിട്ടാണ് നമ്മളോട് ചോക്കല്. കാരണം എന്താ വെച്ചാൽ, തല്ല് കൊണ്ടാലാണ് നേരെയുള്ളൂ എന്നുള്ളൊരു ഇത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യം. ഇപ്പം അതില്ലാത്തതുകൊണ്ടാണ് ഈ കുട്ടികൾ വഴിതെറ്റി പോകണം. അപ്പം അതിനൊരു സൗകര്യം ഗോപിനാഥ മാഷ് ഇവിടെ ചെയ്യണം. ചേർക്കാൻ വരുമ്പോൾ തച്ചൂടേന്ന് പ്രത്യേകം ചോക്കണം. അപ്പം കൊണ്ട എല്ലാവരും നേരെയാവും, അല്ലെങ്കിൽ ആരും നേരെയില്ല. എൻ്റെ പേര് മധു. ഞാൻ 10A തലയണക്കാട് നിന്ന് വരുന്നു. ഞാനിപ്പോൾ അധ്യാപകനായി വർക്ക് ചെയ്യുന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ തൃശ്ശൂർ ജില്ലയിലെ പഴഞ്ഞി സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. 2 മക്കള്. മൂത്താള് 3-ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ആള് LKGയിൽ. ഞാൻ രമേശ് NG 10 സീൽ പഠിച്ചിരുന്നു. 10 സീലാണ് ഉണ്ടായിരുന്നത്. പഠിച്ചിരുന്നു അറിയില്ല, ഇപ്പോഴും അറിയില്ല. പക്ഷേ അന്ന് ശരീരം 10 സീലായിരുന്നിരുന്നാലും മനസ്സ് മൊത്തം ഈ കാട്ടോളം മൊത്തം കറങ്ങി നടക്കുകയായിരുന്നു. ഒന്നും ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല അന്ന് തന്നെ. അതേ തരത്തിലുള്ള ജോലി തന്നെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽ സർവീസ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു, ഹൈദരാബാദിൽ. താങ്ക് യു. എൻ്റെ പേര് ശങ്കരനാരായണൻ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു മകൻ 8-ാം ക്ലാസ് കൊല്ലം ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടി 5-ല് പുഞ്ചപ്പാട്ടാണ്. എൻ്റെ പേര് രവീന്ദ്രൻ. ഞാൻ കല്ലുവഴിയാണ്. 2 കുട്ടികൾ. കല്ലുവഴിയിൽ നിന്ന് സെറ്റിലായി. മൂത്താള് പെൺകുട്ടി 10-ല്, രണ്ടാമത്തെ ആള് 8-ല്, ആൺകുട്ടി. നമസ്കാരം. ഞാൻ രതീഷ്. 10Bയിലായിരുന്നു. ഇപ്പോൾ ബോംബെയിലാണ്. ഒരു അഡ്വർടൈസിങ് കമ്പനിയിലെ ഫൈനാൻസ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. 2 കുട്ടികൾ. വൈഫും 2 കുട്ടികളും ബോംബെയിലാണ്. സന്തോഷമുണ്ട് എല്ലാവരെയും കാണുന്നതിൽ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതായിരുന്നു. എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയുന്നതല്ല, ലാസ്റ്റ് മൊമെന്റിലാണ് എനിക്ക് ഇത് പങ്കെടുക്കാൻ പറ്റിയത്. വളരെ സന്തോഷമുണ്ട്. നമസ്കാരം. എൻ്റെ പേര് അനിൽ. ഞാൻ 10Dയിലായിരുന്നു. വൈഫ് വന്നിട്ടുണ്ട്. പേര് ഭാരതി. കർണാടകത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. മോള് ചൈത്ര ഇവിടെ ഉണ്ട്. ഈ സ്കൂളിൽ +2 ഫുൾ A+ മാർക്ക് വാങ്ങിയിട്ട് ഇപ്പോൾ ഡിഗ്രി 2nd ഇയർ പഠിക്കുന്നു. മോൻ ഇപ്പോഴും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, 7th Dയിൽ. ഞാൻ സൗദി അറേബ്യയിൽ 10 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു ഓർമ്മ, ഞാനും സ്കൂൾ ലീഡറും തമ്മിലുള്ളൊരു കളിയായിരുന്നു. പത്മ ടീച്ചർക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സ്റ്റഡി ടൈമിൽ എപ്പോഴും ടീച്ചർ ക്ലാസ് എടുക്കാൻ വരും. ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഷട്ടിലിൻ്റെ ഭ്രാന്തുണ്ടായിരുന്നു. അങ്ങനെ ഷട്ടിൽ സ്റ്റേറ്റല്ല ജില്ലയിലിങ്ങനെ സെലക്ഷൻ കിട്ടിയ സമയത്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പുറത്തു പോകും. അന്ന് ടീച്ചർ മലയാളം സെക്കൻഡായിരുന്നു എടുത്തിരുന്നത്. അങ്ങനെ ടീച്ചറുടെ ക്ലാസ്സിൽ ഞങ്ങൾ വിളിച്ച് പുറത്തിരിക്കും, ഷട്ടിൽ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ടീച്ചർക്ക് ഭയങ്കര വിഷമായി. രാമട്ടി മാഷോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. മാഷ് വേറെ ചീത്തയൊക്കെ പറഞ്ഞു. വീട്ടിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു. അതിനൊക്കെ ഉണ്ടായി. പക്ഷേ എന്തോ ഭാഗ്യം, ആ ടീച്ചർക്ക് ആ വിഷയത്തിൽ ഫുൾ മാർക്ക് മേടിച്ച് ഗുരുദക്ഷിണ കൊടുക്കാൻ പറ്റിയത് എന്തോ എൻ്റെ ഒരു ദൈവത്തിൻ്റെ ഭാഗ്യമായിട്ട് കണക്കൂട്ടുന്നു. സോറി ടീച്ചർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ എല്ലാ കൂട്ടുകാരെയും കാണാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും വലിയൊരു സംരംഭം ഇവിടെ ഉണ്ടാക്കി സംഘടിപ്പിച്ച സഞ്ജീവ്, പ്രവീൺ, ധനുജ, വിജയ, മാത്രമല്ല ഈ വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശശിധരൻ. എൻ്റെ വീട് താനിക്കുന്നാണ്. മലയിൽക്കോവിൽ നിന്നാണ് വീട്ടുപേര്.
കഞ്ചിക്കോട് ഒരു പ്രൈവറ്റ് ഫാമിലി വർക്ക് ചെയ്യണു ടെക്നീഷ്യനായിട്ട്. 2 മക്കള്, 2 ആൺമക്കളാണ്. നമസ്കാരം, ഞാൻ രാമകൃഷ്ണൻ, പൂക്കോട്ടുകാവ്. ഞാൻ ടൈലർ ഷോപ്പ് നടത്തി വരികയാണ്. എനിക്ക് 2 മക്കൾ. മൂത്തവൻ നാഗപ്പൂരാണ്, മകൾ ഇവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് അരുൺ. ഞാനിവിടെ കാട്ടുകുളം എട്ടകുളത്തിനടുത്ത്. ഇപ്പോൾ ബോംബെയിൽ സെറ്റിൽഡാണ്. അവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഭാര്യ, ഒരു കുട്ടി 4ൽ പഠിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയപ്രകാശ്. ഞാൻ കല്ലുവഴിയാണ്. ഒരു മകളെ 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു, സെൻറ് ഡൊമിനിക്കിൽ. എൻ്റെ പേര് മണികണ്ഠൻ എന്നാണ്. വേട്ടേക്കര വീട്. 10ാം ക്ലാസ് ബിയിലാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഞാൻ. 2 മക്കൾ. മൂത്താൾ ഇവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ചെറിയ ആൾ 5ാം ക്ലാസ്സിൽ അവിടെ വേട്ടേക്കര കടമ്പഴപ്പുറത്ത് പഠിക്കുന്നു. എൻ്റെ പേര് അനിൽകുമാർ. 10 സീലാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ വാഗമൺ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത ആൾ 7ാം ക്ലാസ്സിലും 2ാമത്തെ ആൾ 3ാം ക്ലാസ്സിലും പഠിക്കുന്നു. എൻ്റെ പേര് സുരേഷ്. ഞാൻ 10 ഡിയിലാണ് പഠിച്ചിരുന്നത്. വേട്ടേക്കരയാണ് ഞാൻ താമസം. ഞാൻ ഒറ്റപ്പാലത്ത് ഒരു ടൈൽസ് ഗ്രാനൈറ്റ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 മക്കള്. മൂത്താള് അഭിജിത്ത് ശ്രീശ്വരം സെൻട്രൽ സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2ാമത്തത് ആരാധ്യ, മോളാണ്. അവൾക്ക് 3 വയസ്സേ ആയിട്ടുള്ളൂ. വൈഫ് ശാരിക, അവൾ ശ്രീശ്വരം സെൻട്രൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് എനിക്കൊരു കള്ളത്തരം മനസ്സിലായിച്ചാൽ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ സമയത്ത് എനിക്കൊരു കള്ളത്തരം മനസ്സിലായി. എന്നെ സുരേഷ് ഏട്ടാ എന്ന് വിളിച്ചേർന്ന ഒരു വ്യക്തി ലത പാസ്പോസില്, അത് പൊളിഞ്ഞു. അതുകൊണ്ട് ഞാൻ ലത ടീച്ചറെ വിളിച്ചത് ലത ടീച്ചറിനാക്കി, സുരേഷ് ഏട്ടാ എന്നുള്ള സുരേഷാക്കി. എൻ്റെ പേര് സന്തോഷ്. പൂക്കോട്ടുകാരാണ് വീട്. ഞാൻ 10 ബിയിലാണ് പഠിച്ചിരുന്നത്. എനിക്ക് 2 മക്കളാണ്. മൂത്ത ആൺകുട്ടി ശ്രീസ്വാമി വ്യാസ സ്കൂളിൽ പഠിക്കുന്നു. 2ാമത്തെ ആൾ പെൺകുട്ടി, 6 മാസമായിട്ടുള്ളൂ. ആദ്യമായിട്ട് എല്ലാവർക്കും, ടീച്ചേഴ്സിനും എൻ്റെ കൂടെ പഠിച്ച സഹപാഠികൾക്കും നമസ്കാരം. എൻ്റെ പേര് മനോജ്. ഞാൻ 10 ബിയിലാണ് പഠിച്ചിരുന്നത്. ഞാനിപ്പം ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്നു. 25 വർഷം കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് 2 മക്കള്. 2 മക്കള് എല്ലാവരും പറയുന്നു 2 മക്കള് പെൺകുട്ടികൾ. പക്ഷെ ഞാൻ പറയുന്നു എനിക്ക് 2 ലക്ഷ്മികളാണ്. നമസ്കാരം. പഠിച്ചത്. ഒരു മകള് ഡിഗ്രി 3rd ഇയർ പഠിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ഗീതാദേവി. 10A പഠിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ താനായ്ക്കലാണ് വീട്. ഇപ്പോൾ കടമ്പഴിപ്പുറം ആലങ്ങാട് താമസിക്കുന്നു. 2 മക്കള്. മൂത്താള് BCom 3rd ഇയറിന് പഠിക്കുന്നു. 2ാമത്തെ ആള് BSc പഠിക്കുന്നു. പിന്നെ രാമൻകുട്ടി സാറ് എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് സെൻട്രൽ സ്കൂളിൽ. അത് ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു. ഹസ്ബൻഡ് ഇവിടെ കടമ്പഴിപ്പുറത്ത് തന്നെ വർക്ക് ചെയ്യും. നമസ്കാരം, ഞാൻ അജിത. 10A പഠിച്ചിട്ടുള്ളത്. വീട് കുഞ്ചപ്പാടം. 2 ആൺകുട്ടികളാണ്. മൂത്താള് BTech ഫൈനൽ ഇയറാണ്. 2ാമത്തെ ആൾ 10ൽ. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നു കളിപ്പോൾ. എൻ്റെ പേര് ലക്ഷ്മി ദേവി എന്നാണ്. ഞാൻ 10 സീഡാണ് പഠിച്ചിട്ടുള്ളത്. 3 മക്കളാണ് എനിക്ക്. എൻ്റെ മൂത്ത മോനൊരു വെൽഡിങ്ങിൻ്റെ വർക്ക് ചെയ്യാൻ പോവാണ്. പിന്നെ എൻ്റെ മോള് TTCക്ക് കോൺവെൻറ്റിൽ പഠിക്കുക. ഒരു കുട്ടി +2 പഠിക്കുകയാണ്. പിന്നെ ഇതുപോലെ ഒരു സംഗമത്തിനും കണ്ടുമുട്ടാനും ഒത്തുചേരാനും സഹായിച്ച അതേ തന്നെ സഞ്ജീവനും അതുപോലെ തന്നെ പ്രവീൺ, അനുജ, അവർക്കൊക്കെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. പഠിപ്പിച്ച ഗുരുക്കന്മാരെ കാണാനും ഒരു നോക്ക് കാണാനും എൻ്റെ ഓർമ്മയിൽ നിന്ന് പല മുഖമുണ്ട് മാസ്റ്ററുടെ. അല്ല, എൻ്റെ ഏറ്റവും ഞാൻ കാണുന്നത് രാമൻകുട്ടി മാസ്റ്ററാണ്. കാരണം എപ്പോൾ സാറ് വന്നാലും എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുക, എന്താ കുട്ടി പയ്യ സ്ക്വയർ, എന്താ കുട്ടി A+B ഹോൾ സ്ക്വയർ, എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും. ഞാൻ തല താത്തിയിരിക്കും, പക്ഷെ മാഷിനെ പിടിക്കും. അങ്ങനെ എന്നും എംബോസ് ചെയ്യാൻ. അതുപോലെ ടീച്ചർ മാഷ് എപ്പോൾ വരെയും ഇതുപോലെ ചോദിക്കും, എന്താ പയ്യ സ്ക്വയർ. ഞാൻ നീച്ചു നിൽക്കും, എനിക്കറിയില്ല. ദിവസം പഠിപ്പിക്കും, പക്ഷെ ഇവിടെ വരുമ്പോൾ മാഷെ കണ്ടാൽ മറക്കും. ഇത് മാഷ് വന്നാൽ എനിക്ക് മറക്കും. ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കുകയോ ചെയ്യും. പക്ഷെ വീട്ടിൽ വന്ന അതുപോലെ എന്താ കുട്ടി A+B ഹോൾ സ്ക്വയർ, എനിക്കറിയില്ല. മാഷ് എപ്പോഴും വന്ന് എന്നെ പിടിക്കും. ഒരു പ്രത്യേക ആൾ അങ്ങനെ മാഷ് എങ്ങും വരിക. ഇപ്പൊ ഏറ്റവും ഇപ്പൊ ഞാനൊരു കഥയിൽ പൊത്തി വെച്ച പോലെ ആ മാഷെ രൂപം ഇപ്പോഴും എനിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ സംഗമിക്കാനും കൂടിത്തന്നെ സത്യത്തിന് എന്നേക്കാൾ സന്തോഷിക്കുന്ന എൻ്റെ വീട്ടുകാരാ. കാരണം ഈ സഞ്ജീവൻ, അനുജ, പ്രവീൺ ഇതൊക്കെ വന്നപ്പോ എൻ്റെ മക്കൾ ചോദിച്ചു ആരമ്മ അതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൂടെ പഠിച്ചു അങ്ങനെ. അപ്പൊ ഞങ്ങൾക്ക് വരണമെന്നുണ്ട്, അവർക്ക് വരാൻ പറ്റില്ല. ഞാനൊരു സ്വന്തമായിട്ടൊരു ബിസിനസ്സാണ്. എൻ്റെ പയ്യെ, പട്ടി, കോഴി, അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നതാണ്. ഭർത്താവ് നാട്ടിൽ തന്നെ ഉണ്ട്. ഒരു വർക്ക് എല്ലാവിധ ജോലിയും ഭർത്താവും ചെയ്യും. കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ഒരു കുടുംബം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കണ്ടുമുട്ടാനും ഇപ്പൊ ഇതിന് പല മുഖമുണ്ട്. ഞാൻ കണ്ടതും കാണാത്തും
അറിയാൻ ഒരുപാട് മുഖം കാണുമ്പോൾ പ്രത്യേക സന്തോഷം. അതുപോലെ തന്നെ ഇനി വീണ്ടും ഇങ്ങനെ ഒരു സംഘം പലയിടത്തും ഞാൻ വീട്ടിൽ നിന്ന് വന്ന് പശുക്കളുടെ കാര്യം, പാല് 2 മണിക്ക് സൊസൈറ്റി കൊടുക്കണം, അങ്ങനെ പലതും അതൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഇത് തന്ന ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. വീണ്ടും ഇങ്ങനെ ഒരു ഇത് വന്ന് തരാൻ ഞാൻ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കാം. എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ കൂടെപ്പിറകൾക്കും ആദ്യം നമസ്കാരം പറയണം. ഞാൻ വന്നിരുന്നത് പുഞ്ചപ്പാടത്ത് നിന്നാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന ഒറ്റപ്പാലത്താണ്. ഞാൻ വർക്ക് ചെയ്യുന്നു LIC ഏജൻ്റായി വർക്ക് ചെയ്യുന്നു ഒറ്റപ്പാലം ബ്രാഞ്ചിൽ. ഇപ്പോൾ എനിക്കൊരു പിക്കിൾ യൂണിറ്റ് ഉണ്ട്. ആ പിക്കിൾ യൂണിറ്റും എനിക്ക് ഒപ്പം കൊണ്ടുപോകുന്നു. എനിക്ക് 2 മക്കൾ, 2 പെൺകുട്ടികൾ. മൂത്ത മോള് BOT ചെന്നൈയിൽ പഠിക്കുന്നു, പേര് പറയാം. ചെറിയ മോള് +1 7th grade സ്കൂളിൽ പഠിക്കുന്നു. എൻ്റെ പേര് വിനീത, ലാസ്റ്റ് പറഞ്ഞു. എൻ്റെ പേര് രുക്മിണി ദേവിയാണ്. ഞാൻ കല്ലൂരിൽ നിന്നാണ് വന്നിരുന്നത്. എനിക്ക് 2 മക്കളും ഹസ്ബൻഡും വന്നിട്ടുണ്ട്. 2 പേര് ഇവിടെ ഉണ്ട്. ഹസ്ബൻഡ് മിലിറ്ററിയാണ്. അവരിപ്പോൾ റിട്ടയർഡ് ആയിട്ട് ഒരു കമ്പനിയിലെ സൂപ്പർവൈസറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സ്കൂളിൽ പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ നേഴ്സിങ്ങും DMLT ഒക്കെ കഴിഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ സ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാ ടീച്ചർമാർക്കും കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പൽപ്പനമാഷി അവിടുന്ന് ദൂരത്ത് കണ്ടപ്പോൾ എനിക്ക് അടുത്തേക്ക് ഓടണമെന്നുണ്ടായിരുന്നു. പക്ഷെ സാറിൻ്റെ ആ കൊട്ട് കേട്ടപ്പോൾ എനിക്ക് പിന്നെ പേടിയായി, അടുത്ത് പോകാൻ തോന്നിയില്ല. സാറിന് നല്ല സന്തോഷമുണ്ട്. ഹലോ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനാണ് സുന്ദരൻ. ഇവിടെ ആകെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ആകെ 2 സുന്ദരന്മാരുണ്ടായിട്ടുള്ളൂ. അത് 10 അടിയിലാണ്. ഒന്ന് KT സുന്ദരനും ഒന്ന് K സുന്ദരനും. ഞാൻ ഇത്ര നേരം സംസാരിക്കാൻ വഴിയത് എനിക്ക് വീട്ടിലിരുന്നുള്ള ശീലമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ നടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ലാസ്റ്റ് പറഞ്ഞത്. എല്ലാവരും ഒന്ന് കൈ കാണിച്ചേ. ഓക്കെ, താങ്ക് യു. 89-90 ബാച്ചിലെ ഏറ്റവും വലിയ വില്ലൻ. നമസ്കാരം, ഞാൻ പ്രവീന്ദ് ജി എന്ന് പറയും. എൻ്റെ കുടുംബം വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ വൈഫ് ദീപ, എൻ്റെ മൂത്ത മോള് നന്ദിത, 2ാമത്തെ മോള് നിക്കിത. ഇന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഇന്ന് രാത്രി 11 മണിക്ക് അവൾക്ക് നല്ല പനിയായിരുന്നു. അപ്പോൾ രാവിലെ 8 മണിക്ക് ഇങ്ങോട്ട് എത്തേണ്ടതായിരുന്നു ഞാൻ. പക്ഷേ എത്താൻ പറ്റിയില്ല. നല്ല പനിയായതുകൊണ്ട് 8:30 മണിക്ക് ഡോക്ടർ വന്നുള്ളൂ. ഡോക്ടറെ കാണിച്ച് മെഡിസിൻ കൊടുത്തിട്ട് ഞാൻ പിടിച്ചു കൊണ്ടുവന്നതാണ്. പിന്നെ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഗംഗാധര മാഷാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ സമയത്ത് ഞാൻ സ്കൂൾ പീപ്പിൾ ലീഡർ ആവണം എന്നുള്ളൊരു ഉദ്ദേശം പ്രകാരം ഞാൻ വന്നതല്ല. എന്നെ എല്ലാവിധ സപ്പോർട്ടും നൽകിയിട്ട് സ്കൂൾ പീപ്പിളറായി നീ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാധര മാഷ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ സ്കൂൾ പീപ്പിളറായത്. എന്തായാലും എല്ലാവരും ഈ ഫംഗ്ഷൻ പങ്കെടുത്തത് വളരെ സന്തോഷം. എല്ലാവരും കാണാൻ കഴിഞ്ഞ സന്തോഷം. എല്ലാവർക്കും എല്ലാ ആശംസകളും നൽകുന്നു. താങ്ക് യു വെരി മച്ച്.